ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്കിൻ ടോണ് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ. നമ്മുടെ ഏജ് ഒക്കെ മുന്നോട്ട് പോകും തോറും നമ്മൾ റിസൾട്ട് ചെയ്യുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കിൻസിൽ. അതായത് അണീവൻ ആയിട്ടുള്ള ടോണൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ടോൺ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലോയിങ് ഒക്കെ കുറഞ്ഞു പോവുക, നിറം മങ്ങി പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് പലർക്കും ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ മിററിലൊക്കെ പോയി നോക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് ചെയ്യാൻ പറ്റും പല കളേഴ്സ്, അതായത് പല സ്കിൻ ടോൺസ് റിസൾട്ട് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അണീവൻ ആയിട്ടുള്ള ടോണ്, പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻസ്, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, ഇതിനൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ മാറി നമ്മുടെ സ്കിൻ ഈവൻ ടോണിലേക്ക് ചേഞ്ച് ആവുമ്പോൾ മാത്രമാണ് നമ്മുടെ മുഖത്തിന് ഭംഗി കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാമെന്നുള്ള കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുക. നമ്മളൊക്കെ സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സിറം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി, അതോടൊപ്പം തന്നെ നിയാസിനമൈഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇൻസ്റ്റന്റ് റേഡിയൻസ് അല്ലെങ്കിൽ ഗ്ലോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് നിറം കൂട്ടാനും ആ ഒരു ബ്രൈറ്റനിങ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനും റേഡിയൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇതേപോലത്തെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ സൺ ഡാമേജസ് കൊണ്ടിട്ട് നമ്മുടെ സ്കിന്ന്, അതായത് ടാൻ ഒക്കറിയും, അതോടൊപ്പം തന്നെ അണീവൻ ടോൺ ഡിസ്കളറേഷൻ ഒക്കെ ഒക്കറിയും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ, SPF മസ്റ്റ് ആണ്. അപ്പോൾ SPF ക്വാണ്ടിറ്റി എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 20-15 ഉള്ള SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്താൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രത്തോളം റിസൾട്ട് നമ്മുടെ സ്കിന്നിന് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ SPF 50 എങ്കിലും ഉള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതും പറ്റിയല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ കുറവായിട്ടുള്ള SPF ആണ് നോക്കുന്നതെങ്കിൽ അങ്ങനെ നോക്കരുത്. SPF 30 എങ്കിലും വേണം. പക്ഷെ എപ്പോഴും SPF 50+ എബോവ് ഉള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് ടു ഫിക്സ് അൺഈവൻ സ്കിൻ ടോൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്ഫോളിയേഷൻ ചെയ്യണം. അപ്പോൾ എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ സ്കിന്ന് ഒട്ടും ഹാം ആക്കാത്ത വിധത്തിൽ വേണം എക്സ്ഫോളിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമുക്ക് പീലിംഗ് പോലുള്ള എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് ഒക്കെ അവൈലബിൾ ആണ്. പീൽ ഓഫ് മാസ്ക്, അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്ക്രബ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ക്രബിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ജെന്റിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് ജെന്റിൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അതാണ് പറഞ്ഞു വന്നതിൻ്റെ സാരം. അതോടൊപ്പം തന്നെ വീക്കിലി നമ്മൾ 2 or 3 ടൈംസ് യൂസ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ മസാജ് ഓവർ ഒക്കെ ചെയ്യുമ്പം വളരെ പതിയെ ജെന്റിൽ സോഫ്റ്റ് ആയിട്ട് മസാജ് ഓവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഡെയിലി നമ്മൾ ഈ ഒരു എക്സ്ഫോളിയേഷൻ ചെയ്യരുത്. എക്സ്ഫോളിയേഷൻ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഡെഡ് ആയിട്ടുള്ള സ്കിൻ സെൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ആയി കിട്ടാൻ പറ്റും. അതോടൊപ്പം തന്നെ റിമൂവ് ആയി കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആക്കും, ജെന്റിലാക്കും. ആ ഒരു നാച്ചുറൽ റേഡിയൻസ് ഒക്കെ നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യാനും ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും ബ്ലെമിഷേഴ്സ്, ഡാർക്ക് സ്പോട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ഈ ഒരു എക്സ്ഫോളിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ എന്ന് പറയുന്ന സംഭവം ഭയങ്കര അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് യാതൊരുവിധ കാരണവശാലും നിങ്ങൾ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യരുത്. ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ആകെ ഡാമേജസ്, ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്ട്, അങ്ങനെ പലതരത്തിലുള്ള ഡാമേജസ് ഒക്കെ ചെയ്യും. സോ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു കൺസേൺ അനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ ഒരു ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ ജെൽ ഫോമിലുള്ള മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാൻ വേണ്ടി. അതോടൊപ്പം തന്നെ നോൺ കോമഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്താലാണ് നമുക്ക് ഒന്നുകൂടെ ബെനിഫിറ്റ് ഒക്കെ കിട്ടുക. അതോടൊപ്പം തന്നെ ഡാമേജസിൽ നിന്നൊക്കെ ഒരു രക്ഷയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്നിന് ജെന്റിൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡയറ്റ്, അതായത് നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, അതോടൊപ്പം തന്നെ വാട്ടർ, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഇൻടേക്ക് ചെയ്താൽ ഒരു പരിധി വരെ നമ്മുടെ സ്കിൻ ഡാമേജസ്, അൺഈവൻ ടോൺ, ഡിസ്കളറേഷൻ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ്സ്. ഈ ഒരു ടേം കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. മറ്റൊന്നുമല്ല, നമ്മളിപ്പം
നമ്മുടെ സ്കിൻ കെയറിന് കുറേ അധികം പ്രൊഡക്ട്സ് യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ. അതായത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ, അതോടൊപ്പം തന്നെ ഏജ് നമുക്ക് റിവേഴ്സ് ചെയ്യാനും, നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോയിങ് മാത്രമല്ല, ആ ഒരു യങ് ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻ്റാണ്, ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. റെറ്റിനോയിഡ് അടങ്ങിയിട്ടുള്ള റെറ്റിനോയിഡ്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് റെറ്റിനോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്രീംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ നിങ്ങൾ ഈ റെറ്റിനോയിഡ് ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്ലംപർ ലുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ സോഫ്റ്റ് ആക്കുന്നുണ്ട്. പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അൺഈവൻ ടോൺ ബ്ലെമിഷേഴ്സ്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി റെറ്റിനോയിഡ് പ്രൊഡക്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ റെറ്റിനോയിഡ്സ് അടങ്ങിയിട്ടുള്ള ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്നതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് പറയേണ്ട കാര്യം, നമ്മൾ ഡയറ്റിൽ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ഹൈഡ്രേഷൻ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഹൈഡ്രേഷൻ കിട്ടാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക. നമ്മൾ നോർമൽ ആയിട്ട് നമുക്കറിയാം, നമ്മുടെ വെള്ളമൊക്കെ കുടിച്ചാൽ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് പ്ലംപ്ലർ, അതോടൊപ്പം തന്നെ ടോക്സിക് ആയിട്ടുള്ള കുറച്ചധികം നമ്മുടെ ബോഡിയിലൊക്കെ ഒക്കർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ആയി കിട്ടാൻ വേണ്ടി വെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ പ്ലെൻറ്റി ഓഫ് വാട്ടർ നമ്മൾ ഇൻടേക്ക് ചെയ്യുക കേട്ടോ. അതുവഴി നമുക്ക് നല്ല മോയ്സ്ചറൈസ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹൈഡ്രേഷൻ എന്ന് നമുക്ക് വെള്ളത്തിന് പറയാൻ പറ്റും. നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആൻഡ് സപ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നിറം കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും നല്ലൊരു ബ്രൈറ്റർ നമ്മുടെ സ്കിന്നിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്തത്, നമ്മൾ ഫുഡ് നല്ല രീതിക്ക് നമ്മൾ ന്യൂട്രീഷൻസും ഒക്കെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഫുഡിൽ നല്ലൊരു ഡയറ്റ് പ്ലാൻ കൊണ്ടുവരുമ്പോൾ അതും നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഷുഗർ കട്ടൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഏജിങ് നല്ല രീതിക്ക് റിവേഴ്സ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ പിമ്പിൾസ്, കുരുക്കളൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഈ പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഇത് പൊട്ടിച്ച് കളയരുത്. അങ്ങനെ നമ്മൾ പിക്ക് ചെയ്ത് കളയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ കൂടുതൽ അത് സ്പ്രെഡ് ആകുന്നത്. ആ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ല രീതിക്ക് ചേഞ്ചസ്, ആ ഒരു നിറയില്ലായ്മയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാതിരുന്നതാണ്, നിങ്ങളെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ക്ലെൻസിങ്. നമ്മൾ നല്ലൊരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്ത് എപ്പോഴും നമ്മൾ AM ആൻഡ് PM റുട്ടീനിൽ നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ക്ലെൻസ് ചെയ്യുക എന്നുള്ളത്. അതുവഴി നമുക്ക് കുറേ അധികം ഡേർട്ടും ഇംപ്യൂരിറ്റീസും നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിൽ തങ്ങിക്കിടക്കുന്ന ഓയിലും ഒക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ഇങ്ങനത്തെ വേണ്ടാത്ത കുറേ അധികം ജേംസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.